ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ക്ലീനിങ് വീഡിയോ ആണ്. അതായത് വീടൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് അടിച്ചു വാരി വീടിൻ്റെ അകമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക. ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹൗസ് ക്ലീനിങ്ങിൽ ഞാൻ ഉദ്ദേശിച്ചത് എല്ലാം ഒന്ന് ഒതുക്കി വെക്കുക, തൂത്ത് തുടച്ചൊക്കെ ഇടാനായിട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തൂക്കുക, തുടക്കുക അത്രയേ ഉള്ളൂ. ഒതുക്കി പെറുക്കിയൊക്കെ വെക്കുന്ന ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. കാരണം നമ്മുടെ ഫോണിൽ സ്റ്റോറേജ് ഫുള്ള് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേയൊക്കെ ഡിലീറ്റ് ആക്കിയിട്ട് വേണം ഇനി എടുക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, ഇതിൽ കിച്ചൺ ഉൾപ്പെടുത്തുന്നില്ല. ജസ്റ്റ് ഹാളും 2 റൂംസും മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തുള്ളൂ. റൂമൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് പുറത്തു നിന്നുള്ള ഒരു വ്യൂ മാത്രമേ കാണിക്കുന്നുള്ളൂ, ഉള്ളിലേക്കുള്ളതൊന്നും കാണിക്കുന്നില്ല. കാരണം ഞാൻ ഹോം ടൂർ ചെയ്യുമ്പോൾ നമ്മുടെ റൂംസും വീടും ഒക്കെ മുഴുവനായിട്ട് കാണിക്കാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തുന്നില്ല. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുന്നത് മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ കേട്ടോ. കുഞ്ഞൊക്കെ ഉള്ളത് കൊണ്ട് ഒരു ദിവസം തന്നെ ഒരു 3-4 വട്ടം വീടൊക്കെ തൂത്തിടാറുണ്ട് കേട്ടോ. കാരണം അവിടെ ഇവിടെയൊക്കെ ഇട്ട് അവൾ കഴിക്കുന്ന ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ആണെങ്കിലും പിന്നെ അവൾ കളിക്കുന്ന സാധനമൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഇതുള്ളത് കൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ തൂക്കുന്ന സമയത്ത് വലുതായിട്ടുള്ള മണ്ണും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ മഴയും കാറ്റൊക്കെ പുറത്തുണ്ട് കേട്ടോ. അത് മാത്രമല്ല, കറണ്ട് വന്നും പോയിട്ട് നിൽക്കുവാണ്. അതാണ് ആദ്യമേ നിങ്ങൾ ലൈറ്റ് ഇടാതെയുള്ള വീഡിയോസൊക്കെ കാണുന്നത് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നിട്ടുള്ള സമയമാണ് ഇപ്പോൾ ഞാൻ ലൈറ്റ് ഇട്ടത്. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ആ ഒരു തൂക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് തുടയ്ക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടുണ്ട്, പിന്നെ തുടയ്ക്കുന്ന ആ ഒരു സംഭവം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിലുള്ള ലോഷനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡെറ്റോൾ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം അണുക്കളൊക്കെ നശിക്കാനായിട്ടും അതായിരിക്കും കൂടുതൽ ബെറ്റർ. പിന്നെ ഞാനിവിടെ ഇപ്പോൾ ലോഷൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ലോഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ റൂമും കാര്യങ്ങളെല്ലാം തുടച്ച് വൃത്തിയാക്കുന്നത്. ഞാനപ്പോൾ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്കും ഈ കാക്കയുടെയും പട്ടിയുടെയും പൂച്ചയുടെയൊക്കെ ശബ്ദമൊക്കെ നിങ്ങൾ കേൾക്കുക സ്വാഭാവികം മാത്രമാണ്. കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് വോയിസ് ഒപ്പം പറഞ്ഞുകൊണ്ട് ചെയ്യാനായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ആ ടൈമിൽ നല്ല മഴയും കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലിയർ ആവണമെന്നില്ല. അതുകൊണ്ടാണ് വോയിസ്. എനിക്ക് കുറച്ച് ടാസ്ക്കായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ വെള്ളം മാറ്റി കൊടുക്കുന്ന ആ ഒരു സംഭവം കേട്ടോ. കാരണം നമ്മൾ ഒരു മുറി ക്ലീൻ ആക്കുമ്പോൾ തന്നെ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ആ വെള്ളത്തിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ക്ലീനിങ്ങിലും നമ്മൾ വെള്ളം മാറ്റി കൊടുക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. അപ്പോൾ പുറത്താണ് ഞങ്ങളുടെ പൈപ്പ് പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ വെള്ളം എടുക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. കാരണം കൂടുതൽ ലെങ്ത് ആയി പോട്ടോ. അതുകൊണ്ട് സിറ്റ് ഔട്ടിൽ ഓൾറെഡി നിങ്ങൾക്ക് വെള്ളം കാണാനായിട്ട് പറ്റും. കാരണം സിറ്റ് ഔട്ടിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഇദൂസിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞിനെ കുളിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് സിറ്റ് ഔട്ടിലെ വെള്ളം ഒഴിച്ചിട്ട് അവിടെ കഴുകി വൃത്തിയാക്കിയൊക്കെ ഇടും. സിറ്റ് ഔട്ട് കൂടുതലും വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി ഇടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അതുകൊണ്ടാണ് സിറ്റ് ഔട്ടിൽ നിങ്ങൾ ഓൾറെഡി വെള്ളം കാണുന്നത്. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് തുടയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് റൗണ്ട് തുടയ്ക്കലോട്ട് പോകാനായിട്ട് ഇരിക്കണം. അപ്പോൾ ഞാൻ ഇതേ അവിടെ വെള്ളം എടുക്കുന്ന പരിപാടിയിലാണ്. ബക്കറ്റിലാണ് വെള്ളം എടുക്കുന്നത്. നമുക്ക് മോപ്സ് എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ആയിട്ടുള്ള ബക്കറ്റ് അതിൻ്റെ ഒപ്പം ഇല്ല. അതുകൊണ്ട് ഈ ഒരു ബക്കറ്റാണ് ഞാൻ അതിലാണ് വെള്ളം എടുക്കുന്നത് തുടയ്ക്കാനായിട്ട് എടുക്കുമ്പോൾ. അപ്പോൾ മോപ്സ് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ 2ാം റൗണ്ട് തുടയ്ക്കാനായിട്ട് എടുക്കാൻ. കാരണം മോപ്സിൽ അഴുക്ക് മുന്നേ തുടച്ചതിൻ്റെ അഴുക്ക് ഉണ്ടാവും. 2-3 വട്ടം മോപ്സ് വൃത്തിയാക്കിയാൽ മാത്രമേ നമുക്ക് അതിലുള്ള അഴുക്ക്. എല്ലാവരും ഇപ്പോൾ ഈ ഒരു മെത്തേഡിലായിരിക്കില്ല ക്ലീനിങ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഒരു ക്ലീനിങ് മെത്തേഡ് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് മുറിയും ക്ലീൻ ചെയ്തു. അടുത്തത് ഹോൾ ക്ലീനിങ് ആണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പകുതി ഹോളിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഫൈനലായിട്ട് ഹോളിൻ്റെ ആ ഒരു അറ്റത്തുള്ള ആ ഭാഗം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സിറ്റ് ഔട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഹാളിലെന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം ലെങ്ത് ഉണ്ട്. മറ്റു റൂംസിനേക്കാളും കൂടുതൽ ലെങ്ത് ഉള്ളത് ഈ ഹാളിലാണ് കേട്ടോ. അപ്പോൾ ഇനി സിറ്റ് ഔട്ടിൻ്റെ ക്ലീനിങ് ആണ്. സിറ്റ് ഔട്ട് പിന്നെ നമ്മൾ വലുതായിട്ടൊന്നും ക്ലീൻ ആക്കേണ്ട കാര്യമില്ല. നമ്മൾ ഓൾറെഡി വെള്ളമൊഴിച്ച് എപ്പോഴും തന്നെ കഴുകിയിടുന്ന ഒരു ഏരിയ ആണത്. അപ്പോൾ അവിടെയും ഒന്ന് കഴുകിയിടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് സിറ്റ് ഔട്ടിൻ്റെ ഒപ്പം തന്നെ 2 സ്റ്റെപ്പും കൂടെ താഴത്തേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റെപ്പ് കൂടി ഞാനത് ക്ലീൻ ചെയ്തിടുന്നു. അങ്ങനെ ഫൈനലി നമ്മുടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2 ചന്ദനത്തിലൂടെ എടുത്ത് കത്തിക്കുന്നു. റൂമിലൊക്കെ അടിക്കുന്ന പെർഫ്യൂം ഉണ്ടെങ്കിൽ അതടിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ എൻ്റെ അതില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ചന്ദനത്തിൽ കത്തിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഇടാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.